വെൽക്കം ടു ജോ മൂവി വേൾഡ്. വിലായത്ത് ബുദ്ധ കണ്ടു. ഒരു അബവറേജിനുള്ള സാധനം പടത്തിലുണ്ട്. ഇപ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പല രീതിയിലാണ് വരിക. അതെന്തുകൊണ്ടാണെന്ന് ഒരു കാര്യം ആദ്യം തന്നെ പറയാൻ വെച്ചത്, പടം നമ്മൾ റിവ്യൂ ചെയ്യണ നേരത്ത് എപ്പോഴും ആളുകൾ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എന്ത് കിട്ടി അതിനനുസരിച്ചിട്ടാണ് പടത്തിന്റെ ജഡ്ജ് ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാർ പടത്തിന്റെ മുഴുവൻ മാർക്കും ചിലപ്പോൾ കൊടുക്കുക ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സും നോക്കിയിട്ടായിരിക്കും. അതിൽ തന്നെ ക്ലൈമാക്സ് അങ്ങനെ കുറഞ്ഞു വരും. മിക്കപ്പോഴും ഫസ്റ്റ് ഹാഫിന് എല്ലാവർക്കും ഇങ്ങനെ താഴണ പോലെയാണ് എല്ലാ ഒരു റിവ്യൂ ചെയ്യണവരും അല്ലെങ്കിൽ ആളുകളും ഞാൻ കണ്ടു വരുന്നത്. എൻ്റെ ഈ അഭിപ്രായത്തിൽ പടത്തിന് മൊത്തത്തിൽ നിങ്ങൾ പറയണം. കാരണം അപ്പം പിന്നെ ഫസ്റ്റ് ഹാഫ് പിന്നെ എന്തിനാ, അപ്പം അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ. അപ്പം ഒരു പടത്തിന് ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ഫാക്ടറുകൾ വ്യത്യാസം വരുന്നുണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കണ്ടിട്ട്. പക്ഷെ നിങ്ങൾ ഒരു പടത്തിനെ കുറിച്ച് പറയുമ്പോൾ പടത്തിന്റെ മൊത്തത്തിൽ ഓവറോൾ പറഞ്ഞ് അതിന് റിവ്യൂ ചെയ്താൽ കൂടുതൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ വിലായത്ത് ബുദ്ധിയിലേക്ക് വരുമ്പോൾ ഇതില് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലും സെക്കൻഡ് ഹാഫ് ഒരു വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. എനിക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ പടത്തിനെ ഞാൻ മൊത്തത്തിലാണ് പറയാം. ഇപ്പൊ വിലായത്ത് ബുദ്ധയില് ഫസ്റ്റ് ഹാഫില് ലെങ്ത് 1.5 മണിക്കൂറിന് മേലുണ്ടായിട്ടും എനിക്ക് തോന്നുന്നത് ബോറടിപ്പിക്കാത്ത എൻഗേജ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോയത്. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് ഇടയിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്ന് ചില ആവശ്യമില്ലാത്ത സീനുകളൊക്കെ വന്ന പോലത്തെ പ്രതീതിയൊക്കെ ഉണ്ടായി. ക്ലൈമാക്സും കുറച്ച് വീക്കായി പോലെയാണ് വന്നത്. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ പെർഫോമൻസ് രീതിയിൽ രാജുവേട്ടനും പൃഥ്വിരാജും ഷെമി തിലകനൊക്കെ ആ ക്യാരക്ടർ, പ്രത്യേകിച്ച് ഷെമി തിലകൻ എനിക്ക് തോന്നുന്നു ആളെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും. ആ റോളാണ് ഇതിലത്തെ കഥാപാത്രം. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള റോളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ലെങ്കിലും വളരെ നീറ്റായിട്ട് എന്താ പറയുക ആ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ്, ഒരു പടത്തിൽ ടെക്നിക്കൽ സൈഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതില് ചില കുറെ VFXന്റെയും കുറെ സിനിമാറ്റോഗ്രാഫിയും സൗണ്ട് എഡിറ്റിങ്ങും സൗണ്ട് മിക്സിങ്ങും എല്ലാം കൂടി ചേർന്ന് വരുന്ന പല രംഗങ്ങള് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലും ഉണ്ട് സെക്കൻഡ് ഹാഫിലും ഉണ്ട്. പിന്നെ ജെയ്ക്സ് ബിജോയ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഫ്രഷ്നെസ് തരുന്ന മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക് സൈഡ്, സിനിമാറ്റോഗ്രാഫി സൈഡ്, ഈ പറഞ്ഞ പോലെ ആക്ടിങ് സൈഡ്, സൈഡിൽ മെയിനായിട്ട് പൃഥ്വിരാജും ഷെമി തിലകനും. കുറച്ചെങ്കിലും വീക്ക് എന്നൊരു കഥാപാത്രമെങ്കിൽ വീക്കല്ല, കുറച്ച് ഇവരെ വെച്ച് നോക്കുമ്പോൾ വീക്കായി പോയത് നായിക കഥാപാത്രമാണ്. നായിക കഥാപാത്രത്തിലേക്ക് ആ കഥാപാത്രത്തിന്റെ ഒരു നോവലിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോവൽ വായിച്ചിട്ടില്ല, അപ്പോൾ എനിക്കറിയില്ല. കഥാപാത്രത്തിന് വരുന്ന ചില എന്താ പറയുക പ്രത്യേക സ്വഭാവ രീതികളും അതിന്റെ കുറെ കോൺസിക്വൻസുമാണ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെ ആയിട്ട് വന്നത് എനിക്ക് അനുഭവപ്പെട്ടത്. അത് ഭൂരിഭാഗം പേർക്ക് അങ്ങനെയാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നിരുത്തി എനിക്ക് നോവൽ എങ്ങനെയാണ്, നോവലിൽ എന്താണ് കറക്റ്റ് അതുപോലെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ നോവൽ വായിച്ചിട്ടില്ല. പക്ഷെ ഈ കഥയിൽ ഈ പറഞ്ഞ കുറെ ലെയേഴ്സും കുറെ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റിൽ പിടിച്ചിട്ടല്ല പടം മൊത്തം പോണത്, പല പല ലെയേഴ്സ് ഉണ്ട്. ഓവറോൾ പ്രൊഡക്റ്റില് ഒരു അബോവറേജ് കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പടം തന്നെയായിട്ടാണ് വിലായത്ത് ബുദ്ധ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പടത്തിന് മൊത്തത്തിൽ ഓവറോൾ എന്ന നിലയിൽ നിങ്ങൾ വിലയിരുത്താൻ നോക്കുക. അത് കൂടുതൽ നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പടം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.